ശ്രീധരൻ, ഇന്ന് കുറച്ച് മണിക്കൂറുകളായിട്ട് അവിടെ മഴ പെയ്യുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് പുലർച്ചെ മുതൽ ഇതേ കാലാവസ്ഥ തന്നെയാണോ? അത് രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം മഴയില്ല എന്ന് പറയുന്നത് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. മണ്ണിടിച്ചിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്നിരിക്കെ തന്നെ നിലവിലെ കാലാവസ്ഥ എങ്ങനെയാണ്? ഒപ്പം തന്നെ മറ്റെന്ത് വെല്ലുവിളിയാണ് നിലവിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് മുൻപിലുള്ളത്? നിലവിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു 3 മണിക്കൂറായിട്ട് മഴ പെയ്തിട്ടില്ല, ഒട്ടും പെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആകാശം വളരെയധികം മൂടിക്കെട്ടി ഇരുണ്ടുകെട്ട് വരുന്നുണ്ട്. അതൊരു ഭീഷണിയാകുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്നുള്ളത് അവിടെ റഡാർ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ലോറിയുടെ കൃത്യം സ്ഥലം എവിടെയാണ്, ഇപ്പോൾ ഉള്ള പൊസിഷൻ എവിടെയാണ് എന്ന് ഈ റഡാറിലൂടെ കണ്ടെത്താനാകും എന്നാണ് മനസ്സിലാക്കുന്നത്. NIT സൂറത്കലിൽ നിന്നാണ് ഈ റഡാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും അത് എത്തിയാൽ ഉടൻ തന്നെ ആ പ്രദേശത്ത് മണ്ണ് മാറ്റിക്കൊണ്ട് ലോറി കണ്ടെത്താനാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ തിരച്ചിൽ നടത്തുന്ന രക്ഷാപ്രവർത്തക സംഘം ഉള്ളത്. വലിയൊരു ഭീഷണി എന്നുള്ളത് ഈ മഴ, ഇപ്പോൾ മഴയില്ല എന്ന് പറയുമ്പോൾ പോലും വലിയ നീർച്ചാലുകൾ അവിടെ നിന്ന് ഒഴുകി ഈ മണ്ണിടിഞ്ഞ ഭാഗത്തുനിന്ന് ഒഴുകി വരുന്നുണ്ട്. ഈ നീർച്ചാലുകളെല്ലാം തന്നെ വല്ലാത്ത പ്രശ്നം സൃഷ്ടിക്കാൻ ഇടയുണ്ട്. അത് ഈ നീർച്ചാലുകളിലൂടെ മണ്ണുൾപ്പെടെ ഒഴുകി താഴേക്ക് വരുന്നത് രക്ഷാപ്രവർത്തനത്തിന് ഭീഷണി ആവുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ ഇടിഞ്ഞ ഭാഗത്ത് നിന്ന് കൂടുതൽ മണ്ണ് താഴേക്ക് വരാനുള്ള ഒരു സാധ്യത ഈ നീർച്ചാലുകളിലൂടെയുണ്ട്. ഇന്നലെ തന്നെ വിദഗ്ധരായിട്ടുള്ള ജിയോളജിസ്റ്റുകളൊക്കെ പറഞ്ഞ ഒരു കാര്യമാണ്, ഈ വലിയ തരത്തിൽ വാട്ടർ കണ്ടന്റ് ഈ മണ്ണിനുടെ ഉള്ളിലുണ്ട്. ഈ മണ്ണിൽ കാര്യമായിട്ട് ഉള്ള വെയിറ്റ് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ മഴ പെയ്താൽ പോലും, ശക്തമായിട്ടുള്ള ഒരു മഴ പെയ്താൽ പോലും അത് താഴേക്ക് പതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതാണ്ട് 70ഓളം ആളുകളാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ മണ്ണ് മാറ്റുന്ന ജോലിയിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവൻ പണയം വെച്ച് എന്ന പോലെ തന്നെയാണ് ഇപ്പോൾ അവിടെ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് മുൻപേ തന്നെ ഇക്കാര്യത്തിലൊരു റിസൾട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത്. കേരളത്തിൽ നിന്ന് കാസർഗോഡ് നിന്നുള്ള ഒരു DYSP ഉൾപ്പെടെ അകത്തേക്ക് പോയിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ സംഘമുണ്ട്. ഈ അർജുൻ്റെ ബന്ധുക്കൾ ജിതിനും അതുപോലെ തന്നെ അർജുൻ്റെ സഹോദരനും അകത്തേക്ക് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്ന് ലഭിക്കും. ഏതായാലും ഇപ്പോൾ ആകാശം കൂടുതൽ മേഘാവൃതമാകുന്നത് അല്പം ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഇതുവരെ മാറി നിന്ന മഴ പെയ്യാനുള്ള സാധ്യത ഇപ്പോൾ കൂടുതലാണ്. ഉത്തരകന്നഡ, ഈ അങ്കോള ഉൾപ്പെടുന്ന, ഞങ്ങൾ നിൽക്കുന്ന ഈ ഭാഗം ഉൾപ്പെടുന്ന ഉത്തരകന്നഡ മേഖലയിൽ റെഡ് അലേർട്ട് ആണ് ഇന്നുള്ളത്. ഈ ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ കനത്ത മഴയാണ് ഇന്ന് രാവിലെ പെയ്തത്. പക്ഷേ ഈ ഭാഗത്ത് നിന്ന് മഴ മാറി നിന്നത് ചെറിയ ഒരു ആശ്വാസം ഉള്ള ഒരു കാര്യമാണ്. ഏതായാലും ഈ നീർച്ചാലുകളാണ് ഇപ്പോൾ വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നതെന്നാണ് അവിടെ അകത്തു പോയ ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ തോതിൽ, വലിയ അളവിൽ ഈ ചെളിയിൽ കുതിർന്ന മണ്ണ് താഴേക്ക് പതിക്കുന്നതിന് ഇത് കാരണമാകുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ, റഡാർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു തുടങ്ങും. ഏതായാലും റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള, സോയിൽ പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ശുഭോദർക്കമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് നൽകാനുള്ളത്. വൈകാതെ തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണ് അതിലേക്ക് കൂടി കടക്കുകയാണ് ഇപ്പോൾ. അതാണ് ഏറ്റവും പുതുതായി നമുക്ക് അവിടെ നിന്ന് നൽകാനാകുന്ന വിവരം എന്നുള്ളതാണ് KB ശ്രീധരൻ റിപ്പോർട്ട് ചെയ്യുന്നത്.